ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗവും വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട 3 പേരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും കൂറ്റനാട് വെച്ച് നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. വസ്തുനികുതി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ്. 10 വർഷമായിട്ട് ശുപാർശ ചെയ്ത് 10 വർഷമായിട്ട് നടപ്പാക്കിയിട്ടില്ല. വർദ്ധിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു 25% വർധനവാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വർദ്ധിപ്പിക്കേണ്ട, പകരം 5% വീതം വർദ്ധിപ്പിക്കാം. ഒറ്റയടിക്ക് 25% വേണ്ട. ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ ഇളവ് വരുത്തിയിട്ടാണ് നടപ്പാക്കാൻ തീരുമാനിച്ചത്. എന്തൊരു പുകലായിരുന്നു, കൊള്ള എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. 10 വർഷത്തിനിടയിൽ സാധനങ്ങളുടെ വിലയിൽ, അതുപോലെ തന്നെ കൂലിയിൽ, ശമ്പളത്തിൽ, വരുമാനത്തിൽ, ചെലവുകളിൽ എല്ലാം ഉണ്ടായിട്ടുള്ള വർധനവ് അതാരെങ്കിലും കണക്കിലെടുത്തോ? ഇല്ല. അപ്പം 5% വസ്തുനികുതി വർദ്ധിപ്പിച്ചത് 25 എന്നത് കുറച്ച് 5% വലിയ കൊള്ളയായിട്ട് ചിത്രീകരിച്ചു. പെർമിറ്റ് ഫീസിന്റെ വർധനവ് അത് പിന്നെ കുറച്ച് കാര്യമായിട്ടുള്ള വർധനവായിരുന്നു. അതിനൊരു കാരണമുണ്ട്. വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നാമമാത്രമായ പെർമിറ്റ് ഫീസ് ആയിരുന്നു കേരളത്തിലേത്. ഗണ്യമായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ട് പോലും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് കേരളത്തിലായിരുന്നു. അപ്പൊ എന്തായിരുന്നു നേരത്തെയുള്ള സ്ഥിതി എന്ന് ഊഹിക്കാമല്ലോ. പക്ഷെ അതും കുറച്ചു. പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ വലിയ പരാതിയൊക്കെ വന്നു. 50% കുറവ് പെർമിറ്റ് ഫീസിൽ വരുന്നു. 1 ടൈം ഫീസാണ്, ഒറ്റത്തവണ കൊടുക്കേണ്ടതാണ്. അതിനും വലിയ പ്രചാരമാണ് കിട്ടിയത്. സർക്കാർ എന്തോ കൊള്ളയടിക്കുന്നു. ചില്ലിക്കാശ് സർക്കാരിനുള്ളതല്ല കേട്ടോ. ഈ ചീത്ത അപവാദം മുഴുവൻ എനിക്ക്, സർക്കാരിന്. കാശ് മുഴുവൻ കിട്ടിയത് ആർക്കാണ്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. എല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ അവർക്കുള്ളതാണ്. വ്യാപാരത്തോടൊപ്പം സമൂഹത്തിലെ അശരണരായ ജനവിഭാഗത്തെ ചേർത്തുപിടിക്കുന്നവരാണ് വ്യാപാരികളെന്നും ജീവിച്ചിരിക്കുമ്പോൾ അംഗങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ മരണശേഷം അവരുടെ കുടുംബത്തെ ചേർത്തുപിടിച്ച് സംരക്ഷിച്ചു പോരുന്ന മറ്റൊരു സംഘടനയെയും ഇവിടെ കാണാൻ കഴിയില്ലെന്നും വ്യാപാരികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും ഇത് മാതൃകയാക്കി മറ്റുള്ള സംഘങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് നാടിനും സമൂഹത്തിനും വലിയ നേട്ടമായിരിക്കുമെന്നും KVVES പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. കൂറ്റനാട് വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. മരണപ്പെട്ട വ്യാപാരി അംഗങ്ങളായിരുന്ന തൃത്താല യൂണിറ്റ് അംഗം കുഞ്ഞുമരക്കാർ, കല്ലടിക്കോട് യൂണിറ്റ് അംഗം സുരേഷ് ബാബു, കാഞ്ഞിരപ്പുഴ യൂണിറ്റ് അംഗം കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ കുടുംബങ്ങൾക്കായി 10 ലക്ഷം രൂപ വീതം 30 ലക്ഷം രൂപയുടെ ധനസഹായം മന്ത്രി കൈമാറി. കൂടാതെ അഗ്നിബാധയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച 2 പേർക്ക് 2,50,000 രൂപയും കൈമാറി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി. പ്രജിത് പട്ടാമ്പി, മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സി. ഷമീർ, ജില്ലാ സെക്രട്ടറി വി. ഷിഹാബുദ്ദീൻ എന്നിവരെ യോഗത്തിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു. KVVES ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KK ഹരിദാസ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, മറ്റു ജില്ലാ ഭാരവാഹികളായ മുസ്തഫ മുളയങ്കാവ്, T. രമേശ് ബേബി, CV ജെയിംസ്, TP സക്കറിയ, K. ചന്ദ്രൻ, ബാസിദ് മുസ്ലിം, ഷൈഖ് ചിന്നവ, സുന്ദർരാജ് കോങ്ങാട്, P. ബാലമുരളി, MPM മുസ്തഫ, V. പ്രജിത്ത്, അരവിന്ദൻ തിരുവാഴിയോട്, MS സിറാജ്, സതീഷ് മുതലമട, രാജേഷ് കൊല്ലങ്കോട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി.
ഫോൺ 8129005144.